വെൽക്കം ടു എംപ്ലിൻ മീഡിയ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് അമേധി. കുടുംബപരമായി തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി മുമ്പ് ചിക്കമംഗലൂരിൽ വന്ന് ദക്ഷിണേന്ത്യയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ സോണിയാഗാന്ധി വന്ന് ബെല്ലാരിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ അംഗമാണ്. നെഹ്റു കുടുംബത്തിലെ രാജകുമാരൻ കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. ചോദ്യം വേറൊന്നുമല്ല, അമേധിയിൽ ജയിക്കുന്നു, വയനാട്ടിൽ ജയിക്കുന്നു. രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിലും ജയിക്കുമ്പോൾ ഇതിലേത് മണ്ഡലം അദ്ദേഹം ഉപേക്ഷിക്കും, രാജിവെക്കും? അമേധി രാജിവെക്കുമോ? ഇല്ല. വയനാട്ടിലെ സീറ്റ് തന്നെ രാഹുൽ ഗാന്ധി വെക്കും. അങ്ങനെ വന്നാൽ 6 മാസത്തിനകം വയനാട്ടിൽ വീണ്ടും ഉപതിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? ഇതൊരു വലിയ ചോദ്യമാണ്. സിദ്ദിഖ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ? ഇതിന് പിന്നിൽ ചില അന്തർനാടകങ്ങൾ സംഭവിച്ചിട്ടില്ലേ എന്ന് ആർക്കും സംശയം തോന്നാം. വയനാട്ടിൽ KC വേണുഗോപാലിന് നോട്ടമുണ്ടായിരുന്നു. ആലപ്പുഴ ഉപേക്ഷിച്ച വേണുവിൻ്റെ മനസ്സിലെ മണ്ഡലം വയനാട് തന്നെയായിരുന്നു, കേരളത്തിലെ UDFൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലം. അപ്പോൾ രാഹുൽ ജയിക്കട്ടെ, ഉപതിരഞ്ഞെടുപ്പ് വരട്ടെ, സിദ്ദിഖ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവണമെന്നില്ല. കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയരുന്ന KC വേണുഗോപാൽ എന്തുകൊണ്ട് വയനാട്ടിൽ അടുത്ത സ്ഥാനാർത്ഥിയായി കൂടുന്നില്ല? ആ വഴിക്കുള്ള ചിന്തകൾ നമുക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് ചില നാടകങ്ങൾ രാഹുലിൻ്റെ വരവിന് പിന്നിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്.